യവൻ പുലിയാണ് കേട്ടാ. യവൻ പുലിയാണ് കേട്ടാ. മക്കളെ, 2017 ഇംപ്രൂവ്മെന്റിൽ നിങ്ങളുടെ സീനിയേഴ്സിനെ കുഴപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിസിക്സിന്റെ പുതിയൊരു സീരീസ് ഇങ്ങനെ റൺ ചെയ്യുകയാണ്. ഇവൻ പുലിയാണ് കേട്ടാ എന്ന് പറയുന്ന ഒരു അടിപൊളി സീരീസ് ആണ്. നിങ്ങളുടെ സീനിയേഴ്സിനെയൊക്കെ കുഴപ്പിച്ച ക്വസ്റ്റ്യനുമായിട്ടാണ് ഞങ്ങൾ ഈ സീരീസിൽ നിങ്ങളുടെ മുന്നോട്ട് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നന്നായി നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. എങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലനേഷൻ ഇവിടെ ഇങ്ങനെ ഒരു ഫിഗർ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഫിഗർ ഒന്നും വരക്കൊന്നും എക്സാമിന് എക്സ്പ്ലനേഷന് വേണ്ടി മാത്രമാണ് ഫിഗർ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ രണ്ട് സിസ്റ്റം ഉണ്ട്, എയും ബിയും. ആ സിസ്റ്റത്തിന്റെ പ്രഷർ P1 ആണ്. രണ്ടിന്റെയും പ്രഷറും വോളിയവും ടെമ്പറേച്ചർ ഒക്കെ സെയിം ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ആദ്യം ഞാൻ എ എന്ന് പറയുന്ന സിസ്റ്റത്തിനെ എന്ത് ചെയ്യുന്നു, ഐസോതെർമൽ പ്രോസസ്സിന് വിധേയമാക്കിയിട്ട് അതിന്റെ വോളിയം ആ ഇനിഷ്യൽ വോളിയത്തിനെ പകുതിയാക്കി മാറ്റി. രണ്ടാമത്തെ സിസ്റ്റത്തിനെ അഡിയബാറ്റിക് പ്രോസസ്സിലൂടെ, പ്രോസസ്സ് ശ്രദ്ധിക്കുക, ഇത് ഐസോതെർമൽ പ്രോസസ്സിലൂടെയാണ് വോളിയം V/2 ആക്കിയത്. ഇവിടെ അഡിയബാറ്റിക് പ്രോസസ്സിലൂടെയാണ് ഞാൻ ഇതിന്റെ വോളിയം എന്താക്കി മാറ്റിയത്, V/2 ആക്കി മാറ്റിയത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോടാ, ഫൈനൽ പ്രഷറിന്റെ റേഷ്യോ കണ്ടുപിടിക്കുക. എയുടെയും ബിയുടെയും ഫൈനൽ പ്രഷർ. എന്താണ് ഫൈനൽ പ്രഷർ? യെസ്, എയുടെ ഫൈനൽ പ്രഷർ P2 ആണ്, ബിയുടെ ഫൈനൽ പ്രഷർ P2' ആണ്. രണ്ടിന്റെയും ഇനിഷ്യൽ വോളിയം V ആണ്, ഫൈനൽ വോളിയം V/2 ആണെന്ന് ക്വസ്റ്റ്യനിൽ വെണ്ടക്ക അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത്? എടാ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട. ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ഐസോതെർമൽ പ്രോസസ് ഇക്വേഷൻ അങ്ങ് എഴുതുക. അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ അഡിയബാറ്റിക് പ്രോസസ് ഇക്വേഷൻ എഴുതിയ തന്നെ ആൻസറിലോട്ട് നമ്മൾ എത്തുന്നതാണ്. നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആക്കി ഞാൻ പറഞ്ഞെങ്കിൽ നമുക്ക് കുറച്ച് ചെയ്യാനുണ്ട്. നോക്കിക്കേടാ, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ സിസ്റ്റം എടുക്കുന്നു. അത് ഐസോതെർമൽ പ്രോസസ് ആണ് അല്ലെ. ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ നമുക്കറിയാം P1 V1 ഇസ് ഈക്വൽ ടു മക്കളെ എന്താണ്, P2 V2 ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേടാ. യെസ്, ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇനിഷ്യൽ പ്രഷർ P1 ആണ്, ഇനിഷ്യൽ വോളിയം V ആണ്, ഫൈനൽ പ്രഷർ ഞാൻ P2 എന്നാണ് എടുത്തിരിക്കുന്നത്. ഈ സിസ്റ്റം എയുടെ കാര്യമാണ് പറയുന്നത്. ഫൈനൽ വോളിയം എന്താണ്, V/2 ആണ്. അപ്പോൾ V/2 എന്ന് എഴുതാം. നമുക്ക് ഈ വിയും വി എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. ഇവിടെ നമുക്ക് P1 ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും P2 ബൈ മക്കളെ എന്ത് കിട്ടിയാണ്, നമുക്ക് 2 എന്ന് കിട്ടി. അല്ലെങ്കിൽ നമുക്ക് ഫൈനൽ പ്രഷർ P2 ഇസ് ഈക്വൽ ടു 2P1 എന്ന് എഴുതാം. പുട്ട് ഇക്വേഷൻ നമ്പർ 1. ഇത് സിസ്റ്റം എയുടെ കേസിലാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് സിസ്റ്റം എയുടെ കേസിലാണ്. നമ്മൾ ഈ കേസ് എഴുതിയിരിക്കുന്നത് സിസ്റ്റം എ. ഇനി ഇതേപോലെ തന്നെ സിസ്റ്റം ബി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് നോക്കിയാടാ, അവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് അഡിയബാറ്റിക് പ്രോസസ് ആണ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അഡിയബാറ്റിക് പ്രോസസ് ആണ് ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്, P1 V1 റൈസ് ടു ഗാമ ഇസ് ഈക്വൽ ടു P2 V2 റൈസ് ടു എന്താണ്, ഗാമയാണ്. തന്നിരിക്കുന്ന ഡേറ്റ എടുത്ത് എഴുതുക. ഇനിഷ്യൽ പ്രഷർ P1 തന്നെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വോളിയം V ആണ്, അപ്പൊ V റൈസ് ടു ഗാമ എന്ന് വരും. ഫൈനൽ പ്രഷർ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് നോക്കിയാ P2' എന്നാണ്. അതിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെയും റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടല്ലേ. P2 ഡിവൈഡഡ് ബൈ P2' കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പ്രഷർ എന്ത് കൊടുക്കാം, P2' എന്ന് കൊടുക്കാം. ഫൈനൽ വോളിയം V/2 ആണ്. രണ്ട് കേസിലും വോളിയം സെയിം ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം P1 V റൈസ് ടു ഗാമ ഇസ് ഈക്വൽ ടു P2' V റൈസ് ടു ഗാമ. ഈ ഗാമ ഇയാൾക്കും അവകാശപ്പെട്ടയാണ്. അപ്പൊ നമുക്ക് എഴുതാം 2 റൈസ് ടു ഗാമ എന്ന് എഴുതാം. V റൈസ് ടു ഗാമ വെട്ടിക്കളയാം. അവിടെ നമുക്ക് P2' എന്ത് കിട്ടും മക്കളെ, P2' ഇസ് ഈക്വൽ ടു നമുക്ക് പറയാം 2 റൈസ് ടു ഗാമ ഇൻറ്റു P1 എന്ന് എഴുതി. പുട്ട് ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്താൽ ആൻസർ ആയി. യെസ്, കണ്ടുപിടിക്കേണ്ടത് P2 ബൈ P2' അല്ലേടാ. യെസ്, എങ്കിൽ ഇക്വേഷൻ 1/2 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. ഇക്വേഷൻ 1/2 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്ന ആൻസർ നിങ്ങൾ നോക്കിക്കേടാ. P2 ഡിവൈഡഡ് ബൈ P2' ഇസ് ഈക്വൽ ടു 2P1 ഡിവൈഡഡ് ബൈ എന്താടാ 2 റൈസ് ടു ഗാമ P1 എന്ന് കിട്ടി. P1 വെട്ടി കൊന്നു കളയുക, കാശൊന്നും നോക്കണ്ട. അപ്പോൾ P2 ബൈ P2' ഇസ് ഈക്വൽ ടു മക്കളെ നമുക്ക് എന്താണ് കിട്ടുന്നത്, 2 റൈസ് ടു 1. ഇവിടെ എന്ത് കിട്ടും, മൈനസ് ഗാമ എന്ന് കിട്ടി. നോക്കിക്കേടാ, ഈ ചെങ്ങായി മുകളിലോട്ട് പോകുമ്പോൾ 2 റൈസ് ടു 1 ഉണ്ടല്ലേ, അപ്പൊ 1 മൈനസ് ഗാമ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എഴുതാം P2 ബൈ P2' ഇസ് ഈക്വൽ ടു 2 റൈസ് ടു 1 മൈനസ് ഗാമയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്, 1.4. അപ്പൊ നമുക്ക് ആൻസർ എഴുതാം. എന്തായാലും അവിടെ P2 ബൈ P2' ഇസ് ഈക്വൽ ടു 2 റൈസ് ടു മൈനസ് 0.4 എന്ന് എഴുതാം. -1.4 ആണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, യെസ്, P2 ഡിവൈഡഡ് ബൈ P2' ഇസ് ഈക്വൽ ടു ഇത് താഴോട്ട് വരുമ്പോൾ 1/2 റൈസ് ടു 0.4. 0.4. ഇതിന്റെ വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്താണ് 2 റൈസ് ടു
2⁻⁴ വാല്യൂ നമുക്ക് നോക്കാം. 2⁻⁴ വാല്യൂ എന്ന് പറയുന്നത് 1.33 ആണ്. അപ്പോൾ P2/P2' is equal to 1/1.319 etc. അപ്പൊ റേഷ്യോ കിട്ടി നമുക്ക്. P2 is equal to 1:1.319 എന്ന് കിട്ടി. ഇതാണ് ആൻസർ. അടിപൊളി കിണ്ണ കാച്ചിയ ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ നമ്മൾ ചെയ്തത്. മക്കളെ ഇതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇതേ നോക്കണ. ഒരു കാറിനോട് ഞാൻ എഫിഷ്യൻസി 1/6 തന്നിട്ടുണ്ട്. സിങ്കിന്റെ ടെമ്പറേച്ചർ 65 ഡിഗ്രി റെഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ എഫിഷ്യൻസി 1/3 ആയി എങ്കിൽ സിങ്കിന്റെയും സോഴ്സിന്റെയും ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം നമ്മൾ രണ്ട് കേസായിട്ട് എടുക്കുന്നു. ഫസ്റ്റ് കേസിൽ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? യെസ്, എഫിഷ്യൻസി 1/6 ആണ്. എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? 1 - T2/T1 ആണ്. ഇവിടെ നിന്ന് T2/T1 നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 1 - 1/6 എന്ന് കിട്ടുകയും ദാറ്റ് ഈസ് T2/T1 എന്ന് പറയുന്നത് നമുക്ക് 5/6 എന്ന് കിട്ടുകയും ഇവിടെ നിന്നും T2 is equal to 5/6 into T1 എന്ന് കിട്ടുകയും ചെയ്യും. അടിപൊളിയല്ലേടാ. ഇനി കേസ് നമ്പർ 2, ഈ കേസ് നമ്പർ 1 ഒന്ന് കൊടുത്തു. കേസ് നമ്പർ 2 നമ്മൾ നോക്കാം. സെക്കൻഡ് കേസ് നോക്കിക്കഴിഞ്ഞാൽ എഫിഷ്യൻസി 1/3 ആയെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, സിങ്കിന്റെ ടെമ്പറേച്ചർ 65 ഡിഗ്രി കുറച്ചു. 65 ഡിഗ്രി കുറക്കുന്നതും 65 കെൽവിൻ കുറക്കുന്നതുമെല്ലാം ഒന്ന് തന്നെയാണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് കെൽവിനിലാണെങ്കിലും ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ 65 കെൽവിൻ കുറച്ചു എങ്കിൽ എഫിഷ്യൻസി 1/3. എഫിഷ്യൻസി ഇക്വേഷൻ എന്താണ്? 1 - T2 ആണ്. ഇവിടെ ടെമ്പറേച്ചർ 65 ഡിഗ്രി കുറച്ചു. അപ്പോൾ T2 എന്ന് എഴുതില്ല, T2 - 65 എന്ന് എഴുതണം, അല്ലെങ്കിൽ ആൻസർ കിട്ടില്ല. റെഡി? ഡിവൈഡഡ് ബൈ നമുക്ക് T1 എഴുതാം. ഇവിടെ നമുക്ക് T2 - 65 ഡിവൈഡഡ് ബൈ T1 is equal to 1 - 1/3 എന്ന് എഴുതാം. then T2 - 65 ഡിവൈഡഡ് ബൈ T1 is equal to നമുക്ക് 2/3 എന്ന് എഴുതാം. ഇനി ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ 3T2 - 65 × 3 എന്ന് പറയുന്നത് 195 ആണ്. 195 is equal to 2T1 എന്ന് കിട്ടി. ഈ 2T1 അങ്ങോട്ട് കൊണ്ടുപോവാ, 195 അപ്പുറത്തോട്ട് കൊണ്ടുപോവാ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കിയാടാ? യെസ്, 3T2 - 2T1 is equal to 195. ഇനി ആൻസറോട് നമ്മൾ എത്താൻ പോകുന്നു. ഇക്വേഷൻ നമ്പർ 2 ആണ്. ഇക്വേഷൻ 1 പിടിച്ചെടുത്തിട്ട് ഇക്വേഷൻ നമ്പർ 2 ഇട്ട് കൊടുത്താൽ ആൻസർ ആയി. T2ന്റെ വാല്യൂ നമുക്കറിയാം. T2ന്റെ വാല്യൂ എത്രയാണ്? 5/6 T1 ആണ്. അപ്പൊ 3 × 5/6 into T1 - 2T1 is equal to 195. ഇവിടെ നിന്നും വെട്ടി ചത്തുപോയി 2 കിട്ടി. 5/2 അവിടെ കിടക്കട്ടെ, 2.5 ആണ്. 2.5 T1 - 2T1 is equal to 195. 2.5 2 പോയി കഴിഞ്ഞാൽ അര കിട്ടും. 1/2 അല്ലെങ്കിൽ 0.5 1/2 T1 is equal to 195. ഇവിടെ നിന്നും T1 കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ T1 is equal to മക്കളെ കിട്ടുന്നു 195 × 2. 195 × 2 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം 390 കെൽവിൻ എന്ന് കിട്ടി T1. ഇവിടുന്ന് T2 കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. T2 is equal to നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ 5/6 into T1. T1 എത്രടാ? 390 ആണ്. വെട്ടി ചത്തുപോയി. 6 കൊണ്ട് വെട്ടു. 6 6 36 ശിഷ്ടം 3 5 6 30 5 കിട്ടി. 5 25 ശിഷ്ടം 2 5 6 30 32 325 എന്ന് കിട്ടി. ഇതൊക്കെ കാൽക്കുലേറ്റർ വേണേൽ ചെയ്യാം. 325 കെൽവിനാണ് ആൻസർ. കണ്ടോ? T1 കിട്ടി, T2 കിട്ടി. ഇനി റിവേഴ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/3 1/6 കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള കിണ്ണം കാഴ്ച ക്വസ്റ്റ്യനുമായിട്ട് ഇനി ഞങ്ങൾ വരുന്നുണ്ട്. അപ്പൊ മാക്സിമം ഈ വീഡിയോ എല്ലാവരിലും ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാണാവടാ, ഇവൻ പുലിയാണ് കേട്ടാ. ബൈ ബൈ.